നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 171 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ഹലോ മമ്മി ഒരു ഹൊറർ കോമഡി ചിത്രമാണ്. വലിയ പ്രതീക്ഷയില്ലാതെ പോയൊരു കണ്ട ചിത്രമാണിത്. കാരണം ഞാൻ അതിൻ്റെ റിവ്യൂസ് ഒന്നും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോറ് പ്രതീക്ഷിച്ച് പോയിട്ട് സദ്യ കിട്ടിയ ഒരു ഫീലായിരുന്നു. കഥയിലേക്ക് വന്നാൽ, ഫിലിപ്പ് എന്ന പുതുപ്പണക്കാരൻ, അയാളുടെ മകൻ ബോണി അയാൾക്കൊരു തലവേദന ഉണ്ടാക്കുന്ന മോനാണ്. എപ്പോഴും അപ്പനും മോനും തമ്മിൽ തർക്കവും അടിപിടിയും ഒക്കെയാണ്. അവരുടെ ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നതും പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതും ബോണിയുടെ പെങ്ങളുടെ ഭർത്താവ് തോമസ് ആണ്. ബോണിക്ക് കുറച്ച് ഉത്തരവാദിത്വ ബോധം വരട്ടെ എന്ന് കരുതിയാണ് തോമസ് സ്റ്റെഫിയുടെ വിവാഹാലോചന അവനായി കൊണ്ടുവരുന്നത്. അവർ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. വിവാഹത്തിന് മുൻപ് തന്നെ സ്റ്റെഫി അവളുടെ അമ്മയുടെ ആത്മാവ് അവളെ വിട്ടുപോയിട്ടില്ല, അത് കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പിന് പിന്മാറാനായി അവൾ പറയുന്ന നുണയായിട്ടാണ് ബോണിക്കത് തോന്നുന്നത്. അതോട് തന്നെ മമ്മിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നൊക്കെ ബോണി ഉറപ്പ് നൽകി ഇവരുടെ വിവാഹം നടക്കുന്നു. എല്ലാം മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയതിൽ സ്റ്റെഫി സന്തോഷിക്കുകയാണ്. വിവാഹശേഷം സ്റ്റെഫിയുടെ വീട്ടിൽ മാറി താമസിക്കാമെന്ന് ബോണി ഉറപ്പു നൽകുന്നു. അവരുടെ വിവാഹം നടക്കുന്നു. അനേകം നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിലേക്ക് താമസം മാറ്റുന്ന ബോണിയെ കാത്തിരിക്കുന്ന അപകടം എന്താണ്, അവനത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനവനെ സഹായിക്കുന്നത് ആരെല്ലാമാണ്, ഇതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ഞാൻ ഇതിൻ്റെ ആർട്സ് വർക്കുകൾ ശ്രദ്ധിച്ചിരുന്നു. ഈ സിനിമയെ എങ്ങനെ കളർഫുള്ളാക്കി നിർത്തുന്നതിൽ ആർട്സ് വിഭാഗത്തിന് പ്രധാന പങ്കുണ്ട്, പ്രത്യേകിച്ചും ഇതിൻ്റെ അവസാന രംഗങ്ങളിൽ. ഐശ്വര്യലക്ഷ്മി ഇങ്ങനെ സുന്ദരിയാക്കി നിർത്തുന്നതിൽ വസ്ത്രാലങ്കാരം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സമീറ സനീഷാണ് ഐശ്വര്യയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത്. ഐശ്വര്യയുടേത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ചും കാഞ്ചമ്മയുടെയും ആശാഭമാരുടെയും ഒക്കെ. ഹൊറർ മൂഡിൻ്റെ പീക്കിലെത്തിക്കാൻ ആശാഭമാരുടെ കോസ്റ്റ്യൂമും ആ സ്ഥലത്തെ ആർട്സ് വർക്കും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മുറുക്കമുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. കണക്ഷൻ വിട്ടുപോകാത്ത കോമഡി സംഭാഷണങ്ങളും നല്ല കെട്ടുറപ്പുള്ള തിരക്കഥയുമാണ് സാൻജോ ജോസഫ് എഴുതിയിരിക്കുന്നത്. സൂക്ഷ്മദർശിനിയുടെ എഡിറ്റിങ്ങിൽ ചമൻചാക്കോ ഇത്തിരി ലാഗ് വരുത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ചമൻചാക്കോ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ബോണിയുടെ അളിയൻ തോമസ്, കൂട്ടുകാരൻ ബിച്ചു, അമ്മായിയച്ഛൻ സാമുവൽ, അച്ഛൻ ഫിലിപ്പ്, പിന്നെ അജു വർഗീസിൻ്റെ ബോസ്, ബിന്ദു പണിക്കരുടെ കാഞ്ചമ്മ, ഇവരൊക്കെ ചേർന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചിരി കൊട്ടാരമാണ് ഈ സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. കല്യാണരാമനിലെ ദിലീപിനെ പോലെ എന്ന് ഇത്തിരി പൊക്കി പറയുന്നതിന് തെറ്റൊന്നുമില്ല. അതുപോലെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഷറഫുദ്ദീൻ്റേത്. വടക്കം സെൽഫിയിലും തട്ടത്തിൻ മറയത്തിലുമൊക്കെ കണ്ട അജു വർഗീസിനെ നമുക്ക് ഇതിലെ ബോസിൽ കൂടെ കാണാൻ പറ്റും. ബിന്ദു പണിക്കരുടെ കാഞ്ചമ്മയും ഒരുപാട് ചിരി നൽകുന്നുണ്ട്. പ്രവീൺ കുമാറിൻ്റെ ഛായാഗ്രഹണവും വളരെ നന്നായിട്ടുണ്ട്. ഷിംലയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിരുന്നു. കാരണം ഷിംല ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് തന്നെ വരുന്നുണ്ട്. ജെക്സ് ബിജോയുടേതാണ് മ്യൂസിക്. ഹൊറർ കോമഡിക്ക് പറ്റിയ രീതിയിലുള്ള മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. റെഡിയ മാരൻ എന്ന പാട്ടിൽ ദപ്സിക്കൊപ്പം ജെക്സ് ബിജോയും പാടിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മെലഡി ഉണ്ട്, അതും എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തമാശ മാത്രമല്ല, അത്യാവശ്യം ഇമോഷണൽ സീനുകളും ഇതിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ എന്താണ്, മനോഹരമായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് എല്ലൻസ് ആണ്. ഇ എസ് രാഹുൽ, ജോൺ മാത്യു, ഐബിൻ തോമസ് എന്നിവർ ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കുറേ ആളിൻ്റെ ബഹളത്തിൻ്റെയും നടുക്കിരുന്ന് ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. റിവ്യൂ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റിവ്യൂ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് പെട്ടെന്ന് വരാം.